വീക്കിലി നമ്മളിനി 2 വീഡിയോ ചെയ്യും. ചൊവ്വാഴ്ച വൈകുന്നേരം 7 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്കുമാണ് നമ്മൾ പ്ലാൻ ആക്കിയിട്ടുള്ളത്. ഹേ ഗൈസ്, വെൽക്കം ടു അനദർ വണ്ടർഫുൾ വീഡിയോ. വണ്ടർഫുൾ ആവണമെന്നറിയില്ല, കൂടുതലായിട്ട് ഭയങ്കര സംഭവങ്ങളൊന്നും പറയാനില്ല. ഒരു മൊത്തത്തിൽ ഒരു അപ്ഡേറ്റ് തരിക. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ആക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റേജിലോട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ലൈനിലോട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ആക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ വെറുതെ കുറച്ച് നേരം സംസാരിച്ചിരിക്കുക എന്നുള്ളതാണ് ഓവറോൾ ഈ വീഡിയോയുടെ ഒരു ലക്ഷ്യം. പിന്നെ കുറേ ആയി വീഡിയോ ചെയ്യണമെന്ന് ആലോചിക്കുന്നത്. കുറച്ച് കാര്യങ്ങളായിട്ട് ഇങ്ങനെ ബിസി ആയിപ്പോയതാണ്. അപ്പോൾ ഭയങ്കരമായ സംഭവം കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് പണികളും വർക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസി ആയിപ്പോയതാണ്. അപ്പോൾ കുറച്ച് അപ്ഡേഷൻസ് തരിക, കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കഷൻ അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, വെറുതെ കുറച്ച് നേരം സംസാരിച്ചിരിക്കുക എന്നുള്ള ലൈനാണ്. എന്നും ആലോചിക്കും വീഡിയോ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ബിസി ആയി പോകുന്ന. പക്ഷേ ഇനി മുതൽ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് നമ്മളൊരു പ്ലാൻ ആക്കിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം ഒരുപാട് കാലമായി. യൂട്യൂബ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊക്കെ ഇട്ടിട്ട് ഏകദേശം ഞാൻ മുന്നേ ഏതൊക്കെയോ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 10 വർഷം 10 എബൌട്ടസിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. 2014 യൂട്യൂബൊക്കെ നോക്കി തുടങ്ങി അന്നെന്തെല്ലോ ഒക്കെ ചെയ്ത് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. റീസെൻ്റ്ലി ആണ് കുറച്ചൊക്കെ നല്ല രീതിയിൽ വീഡിയോസ് ഇടലും പരിപാടികളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് സ്റ്റഫ് അധികം നമ്മൾ നമ്മുടെ പേജിൽ യൂട്യൂബ് ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ, അതല്ലെങ്കിൽ അഡ്വാൻസ്ഡ് എന്ന് പറയാൻ കഴിയില്ല, ഓരോ നിഷിൽ ബേസ് ചെയ്തിട്ട്. ഇപ്പോൾ ഞാൻ SEOയിലാണ് നിൽക്കുന്നത്. അപ്പോൾ SEO ബേസിൽ നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഡൗട്ട്സ് ഉള്ളവരുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളും കുറച്ചുകൂടെ ഇതുവരെ നമ്മളൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാണ്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ആക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യാം. ഒരു ടോട്ടൽ വെറുതെ സംസാരിച്ചിരിക്കുക എന്നുള്ള ലൈനാണ് മൊത്തത്തിലുള്ളത്. ഓക്കെ. രണ്ടാമത്തെ കാര്യം, നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 3-4 മാസം മുന്നേ നമ്മൾ ഇടൽ തുടങ്ങിയാൽ യൂട്യൂബിൽ കണ്ടിന്യൂസ് ഒന്നല്ല, എന്നാലും ഇടയ്ക്കൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ നമ്മൾ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ഗ്രൂപ്പായിരുന്നു അത്. ആർക്കെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന, അതായത് ബിഗിനേഴ്സ് ലെവൽ ഗ്രൂപ്പാണ്, അഡ്വാൻസ് ലെവൽ ഗ്രൂപ്പല്ല. ആ ഗ്രൂപ്പിൽ ഏകദേശം 1000 മെമ്പേഴ്സ് ആയി എന്നുള്ളതാണ് വേറെ സന്തോഷമുള്ള കാര്യം. ഇനിയും ആളുകൾ അതിലോട്ട് ജോയിൻ ചെയ്യാനുണ്ട്. നമ്മളെ ഫോം ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവലുണ്ട്. നമ്മുടെ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവലുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഫോം ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ആളെ അതിലോട്ട് ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ അത് ഏകദേശം ഇനി ആളുകൾ അതിൽ ജോയിൻ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ അതിലോട്ട് ഒരുപാട് വന്നിട്ടുണ്ട്. അത് നമ്മളത് ചെയ്തിട്ടില്ല, ചെയ്യുന്നുണ്ട്. ഏകദേശം നെക്സ്റ്റ് ദിവസങ്ങളിൽ നമ്മൾ ചെയ്യും. ആ ഗ്രൂപ്പിൽ 1000+ മെമ്പേഴ്സ് ആയി എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം അത്രയും ആളുകൾ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നും, അല്ലെങ്കിൽ ഒരുപാട് കണ്ടിന്യൂസ് വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഞാനതൊരു വീഡിയോ ആക്കി ഇടാമെന്ന് കരുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ പഠിച്ച് ജോലി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്നോടത്ത്, അതായത് ഒരുപാട് ഏജൻസികൾ അക്കാദമികൾ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ട് സാധനങ്ങൾ. പക്ഷേ ആർക്കും എല്ലായിടത്തും നല്ല രീതിക്ക് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ അങ്ങനെ പറയുന്നതല്ല. പക്ഷേ വീണ്ടും അവർക്ക് ഡൗട്ട്സുകളുണ്ട് ഒരുപാട്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ലൈനിൽ. ഓക്കെ. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുപാടുണ്ട് നമ്മുടെ കേരളത്തിലാണെങ്കിലും. ഇപ്പോൾ ഞാൻ ഇവിടെ കാലിക്കറ്റ് അടുത്തായതുകൊണ്ട് കാലിക്കറ്റ് ബേസിലാണെങ്കിലും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, കൊച്ചിയിലാണെങ്കിലും. അപ്പോൾ ഓരോരുത്തർ ഓരോ ഏജൻസിയിലൊക്കെ പോയി ചേർന്ന്, ഓരോ അക്കാദമിയിലൊക്കെ പോയി ചേർന്നിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ അതൊക്കെ നമ്മുടെ മൊത്തത്തിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ പേഴ്സണലി വന്ന് പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ. അപ്പോൾ അതൊരു സൈഡ്. ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോ കംപ്ലീറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് കൂടുതൽ ഒന്ന് സ്ട്രക്ചേർഡ് ആക്കാമെന്ന് കരുതുന്നുണ്ട്. കാരണം അത് മൊത്തത്തിൽ എല്ലാവരും ഉണ്ട്. ബിഗിനേഴ്സ് ഉണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്.
അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട് ആ ഗ്രൂപ്പിൽ. അപ്പോൾ പിന്നെ തീരെ ഒരു കാര്യമില്ലാണ്ട് ഗാലറിയിൽ ഇരുന്ന് വെറുതെ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു കുറേ ആൾക്കാരുണ്ട്. ഒരു ഡിസ്കഷനിലുമില്ല, ഒന്നിനുമില്ല. ഒരു മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ല. ഈവൻ ദോ അത് ഒരു ലാസ്റ്റിലെ ഒരു 2 വീക്ക് ബാക്കിലുള്ള മെസ്സേജൊക്കെ നോക്കി കഴിഞ്ഞാൽ അത് കണ്ടിട്ടില്ല അവർക്ക് ഇതുവരെ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുക, പുതിയ കുറേ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കാം. ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഭയങ്കര ആനയാവാം തേങ്ങയാവാം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് കണക്ഷൻസ് ഉണ്ടാക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ വലിയൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ യൂട്യൂബിൽ ഏകദേശം 3000+ സബ്സ്ക്രൈബേഴ്സായി. യൂട്യൂബിൽ മോണിറ്റൈസ്ഡ് ആയി. മോണിറ്റൈസ്ഡ് ആവാന്ന് പറഞ്ഞാൽ 2 ടൈപ്പിലാണ് മോണിറ്റൈസേഷൻ ഉള്ളത്. ഒന്ന് 3000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും. അതായി കഴിഞ്ഞാൽ നോർമലായിട്ട് ഫണ്ടൊന്നും കിട്ടില്ല. ഞാനിത് ഞാൻ മോണിറ്റൈസ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ലിങ്ക്ഡിനിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലൊരു വീഡിയോ പ്ലേ ചെയ്ത് അതിൽ ആഡ് വന്നിട്ട് ഫണ്ട് വരണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ 4000 വാച്ച് അവർ വരണം. അത് എനിക്കിനി എത്രയോ അപ്പുറത്താണ് 4000 വാച്ച് അവർ. പിന്നെ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നൊന്നും വലിയ എമൗണ്ടിലൊന്നും ഫണ്ട് കിട്ടില്ല. നിങ്ങൾക്ക് എത്രയോ യൂട്യൂബേഴ്സ് പറയുന്ന വീഡിയോസ് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. യൂട്യൂബ് വീഡിയോ ഉണ്ടെന്നല്ലോ, മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടല്ലോ. യൂട്യൂബ് വീഡിയോ ഭയങ്കര പൈസ. യൂട്യൂബ് വീഡിയോസ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ആരെല്ലോ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ പറയുന്നത് യൂട്യൂബ് വീഡിയോസ് എന്നൊന്നും ഭയങ്കരമായിട്ട് പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് പറ്റില്ല എന്നല്ല, മലയാളം കോണ്ടൻറ്റാണ് നമ്മളത്. അതിൻ്റെ ക്ലിക്ക് ത്രൂ റേറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇംഗ്ലീഷ് കോണ്ടൻറ്റാണ് അല്ലെങ്കിൽ ഹിന്ദി കോണ്ടൻറ്റൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റും. മലയാളികൾക്ക് ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷെ നമ്മൾ കുറച്ചുകൂടെ നിഷ ബേസ്ഡ് കോണ്ടൻറ്റാണ് ചെയ്യുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതിൽ യൂട്യൂബിൽ നിന്ന് ഭയങ്കര വരുമാനമൊക്കെ ഉണ്ടാകും. ഞാൻ പറയുന്നത് ഭയങ്കരമായ വരുമാനം ഉണ്ടാകുന്നില്ല എന്നല്ല. ഓരോരുത്തർ നമ്മളോട് പറയും ഭയങ്കര യൂട്യൂബിൽ മോണിറ്റൈസൊക്കെ ആയല്ലോ, ഒരുപാട് പൈസ. എന്ത് പൈസ ഇതുവരെ ആയിട്ട് ഇതിന് ഇപ്പോൾ റീസൺ ഞാൻ പണ്ട് യൂട്യൂബിൽ 6 വർഷം മുന്നേ യൂട്യൂബിൽ നിന്ന് എനിക്ക് ഫണ്ട് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതുവരെ ആയിട്ട് എനിക്കൊരു പൈസ ഇട്ടിട്ടില്ല യൂട്യൂബിൽ നിന്ന്. നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഇത്ര ഇതുണ്ടല്ലോ, ഞാൻ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് നീ ഒരുപാട് നേടുന്നുണ്ടല്ലോ. എൻ്റെ ഫ്രണ്ട് ഉണ്ട് അനുരാഗ് ഇടയ്ക്ക് മെസ്സേജ് ചെയ്തിട്ട് ഗ്രൂപ്പിലൊക്കെ പറയും ഇവൻ ഒരുപാട് നേടുന്നുണ്ട്. ഗ്രൂപ്പിലല്ല, ഇന്നാളൊരു ഗ്രൂപ്പ് പറഞ്ഞു. ഇപ്പോൾ റീസൺ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് നീ ഒരുപാട് നേടുന്നുണ്ടല്ലോ യൂട്യൂബിൽ നിന്ന് നേടാനൊന്നുമില്ല ഇതിൽ. അതാദ്യം മിസ്റ്റർ അനുരാഗ് ഇത് കാണുന്നുണ്ടെങ്കിൽ താങ്കളൊരു സാഹചര്യം മനസ്സിലാക്കണം, ഇതിലൊന്നുമില്ല. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞാണ്. അത് ഒരുപാട് വ്യൂവേഴ്സും ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഫണ്ടൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറയാം, ഞാൻ പറഞ്ഞല്ലോ, അത് ഫണ്ടിന് വേണ്ടി ചെയ്യുന്നൊരു ഏരിയ അല്ല നമ്മൾ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വീഡിയോ ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ട്, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര തിരക്കൊന്നുമല്ല, നമ്മുടെ ഇതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് പോകുന്നുള്ളൂ. പക്ഷേ ഇനി നമ്മൾ ഈ കാര്യങ്ങൾ മൊത്തത്തിൽ ഒന്ന് എന്താ ചെയ്യാൻ പോകണേ, ഒന്ന് സ്ട്രക്ചേർഡ് ആക്കാൻ പോകണേ. അതായത് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു കറൻറ്റ്ലി തോന്നുമ്പോഴാണ് വീഡിയോ നോർമലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി മുതൽ നമ്മൾ ഒരു വീക്കിലി നമ്മളൊരു 2 വീഡിയോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന കാര്യങ്ങൾ, ലൈഫിൽ ഒരു ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിൽ ഇന്നെ ചിലവർക്ക് അറിയുന്നുണ്ടാവും. എൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്ന് മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട്. ബ്രോ എന്ത് ചെയ്യുന്നു, ബ്രോ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാനൊരു മെൻ്റൽ ഹെൽത്ത് സ്റ്റാർട്ടപ്പ് ഉണ്ട്, ഒപ്പം എന്നാ പറയുക, ഒപ്പം ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ ഹിനോസ് ടീമിലാണ് ഞാനുള്ളത്. ഓക്കെ, കാലിക്കറ്റാണ് നമ്മുടെ ഓഫീസ് വരുന്നത്, കാലിക്കറ്റാണ് പരിപാടികളൊക്കെ വരുന്നത്. നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കാലിക്കറ്റാണ്. കേരളാസ് ഫസ്റ്റ് 24/7 ഓൺലൈൻ കൗൺസിലിംഗ് പ്ലാറ്റ്ഫോമാണ് ഒപ്പം.me എന്നാണ് വെബ്സൈറ്റ് പേര്. ഓൺലൈനായിട്ട് കൗൺസിലിംഗ് ബുക്ക് ചെയ്യാം. 24/7 കൗൺസിലിംഗ് അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ രാത്രി, ഫോർ എക്സാമ്പിൾ രാത്രി 2 മണിക്കും 3 മണിക്കും കൗൺസിലിംഗ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്തായാലും ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്നതും ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നതും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, കോർപ്പറേറ്റ് അല്ലെങ്കിൽ പോലും വേറൊരു സ്റ്റാർട്ടപ്പ് കൾച്ചർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്.
അത് ഞാൻ പറയുന്നില്ല. എൻ്റെ ഫ്രണ്ട് ഉണ്ട് റാഷിദ് എം അവറാൻ്റെ യൂട്യൂബ് വീഡിയോ ലിങ്ക്ഡിനൊക്കെ ചെക്ക് ചെയ്താൽ കുറച്ചുകൂടെ ഇൻഡെപ്തിൽ അവൻ പറയുന്നുണ്ട്. അവന് കംപ്ലീറ്റ് ഈ വക കാര്യങ്ങളൊക്കെ സംസാരിക്കും. സ്റ്റാർട്ടപ്പ് കൾച്ചർ അത് ആ വക കാര്യങ്ങൾ ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു മൂഡാണ്. ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ പറഞ്ഞ് ചിലപ്പോൾ അങ്ങ് കയറിപ്പോവും. അത്ര സമയമൊന്നുമല്ല, കുറച്ച് സമയം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സാധാരണ ഒരു ബിസിനസ് അല്ലെങ്കിൽ സാധാരണ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പോലെ അല്ല ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്നത്. അതിൻ്റേതായ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യണമെന്നെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളോട് ചോദിക്കും ഇത്ര ആയില്ലേ, അല്ലെങ്കിൽ വേറെ എവിടെയും വർക്ക് ചെയ്തൂടെ, അല്ലെങ്കിൽ വേറെ കമ്പനിയൊക്കെ നോക്കിക്കൂടെ, ആ ഒരു ലൈനിൽ. ഓക്കെ, പക്ഷെ നമുക്ക് പക്ഷേ എൻ്റെ ഒരു ലൈനിൽ, എൻ്റെ ഒരു പോയിന്റിൽ എനിക്ക് കുറച്ചുകൂടെ താല്പര്യം ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യാൻ. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് നമ്മുടെ നാട്ടിൽ ഞാനത് ഇപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് എല്ലാവരും കരുതുന്നത് പുതുതായിട്ടൊരു എന്താ പറയുക ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി തുടങ്ങിയാലും അത് സ്റ്റാർട്ടപ്പാണെന്നാണ് പറയാം. പക്ഷേ കുറച്ചുകൂടെ ക്ലിയർ ആക്കി പറയാമെന്നുണ്ടെങ്കിൽ അതിന് ബിസിനസ് എന്നോ ഓർഗനൈസേഷൻ എന്നോ പറയാം. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുണീക്ക് ഐഡിയയിൽ അല്ലെങ്കിൽ ഒരു യുണീക്ക്നെസ് ഉള്ള ബിസിനസ്സിനെയാണ് കുറച്ചുകൂടെ സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാൻ അനുയോജ്യം. ഓക്കെ, അതായത് എല്ലാവരും ചായപ്പീടിക തുടങ്ങുന്നത്, ഞാനും ചായപ്പീടിക തുടങ്ങിയിട്ട് ഞാനും സ്റ്റാർട്ടപ്പാന്ന് പറയുന്നതിൽ അതങ്ങനെ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ, ഞാൻ പഠിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെ ലൈനിലാണ്. സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഒരു യുണീക്ക് ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു യുണീക്ക് ഐഡിയയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയിൽ ഞാൻ ആ ലൈനിൽ തന്നെ പറയുന്നത്, നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ടപ്പ് കൾച്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇത്ര ആയില്ലേ, എനിക്ക് വേറെ ഉള്ള കമ്പനി മീൻസ് വേറെ വലിയ കമ്പനി, കോർപ്പറേറ്റ് കമ്പനി അങ്ങനെ നോക്കിക്കൂടെ എന്ന ലൈനൊക്കെ ഉണ്ടാവും. ജോലി കിട്ടില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഒരു കംഫർട്ടും എനിക്ക് കുറച്ചുകൂടെ ഒരു വർക്ക് ചെയ്യാനൊക്കെ താല്പര്യമുള്ളത് ഒരു സ്റ്റാർട്ടപ്പിലാണ്. അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ഒപ്പത്തിലുണ്ട്. നമ്മുടെ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ മൊത്തത്തിലൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയൊക്കെ കണ്ടാൽ മനസ്സിലാവും ഓഫീസാണോ എന്ന് തോന്നിപ്പോവും ചില സമയങ്ങളിൽ. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ആ ഒരു കാര്യങ്ങൾ മൊത്തത്തിൽ അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ വരിക. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു നീട്ടി പോകുന്നില്ല. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ, വീഡിയോസ്, മറ്റേ ഓഫീസിലെ കാര്യങ്ങൾ, ഒരു ഡിജിറ്റൽ മാർക്കറ്റർ അല്ലെങ്കിൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൈഡിൻ്റെ എല്ലാ ഭാഗത്തിലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. മീൻസ് ഫുൾ ടൈം അല്ലെങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ നമ്മളെ ഒപ്പത്തിലാണെങ്കിലും എല്ലാത്തിലും എല്ലാവരും അല്ല. ഞാൻ മെയിനായിട്ട് നോക്കുന്നത് SEOൻ്റെ സൈഡ്. ഓക്കെ, SEOൻ്റെ സൈഡിലാണ് മെയിനായിട്ടുള്ളത്. അത് SEO സൈഡ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും അറിയുന്നതുണ്ട്, SEO ഗൂഗിളിൽ മാത്രമല്ല SEO ഉള്ളത്. SEO എല്ലാ ഏരിയയിലും ഒരാൾ സെർച്ച് ചെയ്യുന്ന സ്ഥലത്തൊക്കെ SEO ഉണ്ട്. അപ്പോൾ SEO വർക്ക് ചെയ്യുന്ന എല്ലാ ഏരിയകളിലും നമ്മൾ വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. യൂട്യൂബ് ആവട്ടെ, ഗൂഗിൾ ആവട്ടെ, ബിങ് ആവട്ടെ, എവിടെ എല്ലാം സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഈ കത്തി കയറി നിൽക്കുന്ന AI സെർച്ച് എൻജിൻസ്, ChatGPT, പെർപ്ലക്സിറ്റി, ജെമിനി, എവിടെല്ലാം ആളുകൾ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഏരിയയിലും നമ്മൾ വർക്ക് ചെയ്യുന്നതായിട്ടുണ്ടാവും. നമുക്ക് അവിടെ ഒരു ടീമുണ്ട്, റൈറ്റേഴ്സൊക്കെ ആയിട്ട് ഒരു ടീമുണ്ട്. കൂടെ തന്നെ നമുക്ക് വേറെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒപ്പത്തിന് ഇൻഹൗസിലുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ അതിനുള്ളിലുള്ള ഫണ്ണ് കാര്യങ്ങൾ, നമ്മളെ ഉള്ളിലെ ഒരു മൊത്തത്തിലുള്ള പരിപാടികൾ, അതൊക്കെ ഇടയ്ക്ക് വീഡിയോസിൽ ഞാൻ കാണിക്കാമെന്ന് പ്ലാൻ ആക്കുന്നുണ്ട്. എങ്ങനെ വന്നാലും വീക്കിലി നമ്മളിനി 2 വീഡിയോ ചെയ്യും. ഓക്കെ, അത് ഒന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം 7 മണിക്കും അടുത്തത് ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്കുമാണ് നമ്മൾ പ്ലാൻ ആക്കിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നതും ഒരു ചൊവ്വാഴ്ച വൈകുന്നേരം 7 മണിക്ക് പോസ്റ്റ് ചെയ്ത വീഡിയോ ആയിരിക്കും. ഓക്കെ, ഈ വീഡിയോ കാണുമ്പോൾ ഇതായിരിക്കും ഈ വീഡിയോ ഓഗസ്റ്റ് 5, 2025 ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ എല്ലാ വീക്കിലും 2 വീഡിയോ മിനിമം, ചിലപ്പോൾ ഇതിൽ കൂടാം. ഓക്കെ, മിനിമം നമ്മൾ ആ ഒരു കൂടുതൽ ഉണ്ടാകുമ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ അറിയിക്കും.
ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എല്ലാ വീക്കിലും 2 വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ അത് എന്ത് വന്നാലും നമ്മളത് വൈകുന്നേരം 7 മണിക്ക് നമ്മളത് പോസ്റ്റ് ചെയ്യും, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ഞാനല്ല, ഇവിടെ ഇപ്പോൾ ഒരുവിധം മാർക്കറ്റിങ്ങിൽ ഭയങ്കര ടോപ്പ് എൻഡ് അല്ലെങ്കിൽ പോലും കുറച്ചൊക്കെ ആളുകൾ നമുക്ക് കണക്ഷൻസിലുണ്ട്. ഇപ്പോൾ അവരുമായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വീഡിയോസ് ചെയ്യാം. അതായത് ഇപ്പോൾ എല്ലാവരും ഒരേ വലിയ വലിയ ആളുകളെ തന്നെ അടുത്ത് ഇപ്പോൾ ഒരുപാട് പോഡ്കാസ്റ്റുകളുണ്ട്, പോഡ്കാസ്റ്റിൻ്റെ ഒരു കാലമാണ്. പക്ഷെ നമുക്ക് പോഡ്കാസ്റ്റ് എന്നുള്ള ലൈൻ അല്ലെങ്കിൽ പോലും നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് UX എങ്ങനെ വർക്ക് ചെയ്യണം, നിമിത്തമായിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ട്. നല്ല റീച്ചും നല്ല രീതിക്ക് വീഡിയോസ് വ്യൂ ഒക്കെ വന്നൊരു വീഡിയോ ആണത്. അപ്പോൾ ഈ UX ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്, ആളുകൾക്ക് ഇപ്പോഴും ഡൗട്ട്സ് ഉള്ള കാര്യങ്ങളുണ്ട്. ഈ വക കാര്യങ്ങൾ അല്ലെങ്കിൽ ആർക്കും എവിടെയാണോ ഒരു യൂസർക്ക് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്ക് പ്രശ്നങ്ങളുള്ളത് അല്ലെങ്കിൽ ഏത് ഏരിയയിലാണോ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളത് ആ ലൈനിൽ നമ്മൾ വീഡിയോസ് ചെയ്യും. ഞാൻ ട്രൈ ചെയ്യും അത്. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ നോക്കും. ഞാൻ പറഞ്ഞ പോലെ ചൊവ്വാഴ്ച വൈകുന്നേരം 7 മണിക്കും സാറ്റർഡേ വൈകുന്നേരം 7 മണിക്കുമായിരിക്കും വീഡിയോ ഉണ്ടാവുക. 2 വീഡിയോ വീക്കിലി 100% ഇൻഷാല്ലാ ഉണ്ടാവും. ഇൻഷാല്ലാ എന്ന് പറയാൻ പറ്റില്ല നമുക്ക്, ഞാൻ ഉറപ്പ് അങ്ങനെ പറയാൻ പറ്റില്ല. ഇൻഷാല്ലാ മാക്സിമം 99% നമ്മൾ ട്രൈ ഔട്ട് ചെയ്യും അതങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇനി കാര്യങ്ങൾ കുറച്ചുകൂടെ നല്ല നല്ല കോണ്ടൻറ്റ്സ് നമ്മൾ പ്ലാൻ ആക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഈവൻ ഒരു 10 പേര് എൻ്റെ വീഡിയോ കാണാനുണ്ടെങ്കിൽ പോലും എനിക്കത് പ്രശ്നമല്ല. ആ 10 പേര് മതി. ചിലവർ എന്നോട് പറയുന്നുണ്ട് 500 വ്യൂ അല്ലേ ഉള്ളൂ, 400 വ്യൂ അല്ലേ ഉള്ളൂ. 400 വ്യൂ ഉണ്ടോ എന്നല്ല ഒരു കാര്യം, 400 വ്യൂ മതി. ആ 400 വ്യൂ ആളുകൾ അല്ലെങ്കിൽ 200 ആളുകൾ നിങ്ങളെ വീഡിയോ കാണുന്നുണ്ട്. ഇപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കിടലുള്ളൂ. ഞാൻ ഒരു മാസത്തിൽ 1 ഇട്ടെങ്കിലും ഇട്ട് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇടല്. അപ്പോൾ നമ്മുടെ ഓഫീസിലേക്കുള്ള ആളുകൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ പറയും ഞാൻ പ്ലാൻ ആക്കുന്നുണ്ട്, യൂട്യൂബ് വീഡിയോ ഇടാൻ പ്ലാൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറയാനുള്ളത് എന്നോട് എൻ്റെ ഫ്രണ്ട് റാഷിദ് ഓൻ പറയുന്ന 10 പേര് ഓൻ പറയുന്നത്, ഞാനിത് വേറെ വായിച്ചിട്ടുണ്ട്, ഓനും എന്നോട് പറയലുണ്ട്, ഒരു 10 പേര് അല്ലെങ്കിൽ 20 പേര് നിങ്ങളുടെ വീഡിയോ കാണാനുണ്ടെങ്കിൽ അത് മതി. ഈ 20 പേരോട് ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമിലോ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിലൊക്കെ ഇരുന്നിട്ട് 20 പേരോടൊരു കാര്യം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. യൂട്യൂബിൽ 20 പേര് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഇൻസ്റ്റാഗ്രാമിൽ 20 പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യമല്ല. കാരണം ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ആരും മുന്നിൽ ഈ സാധനം എത്തും. പക്ഷേ യൂട്യൂബിലെ വീഡിയോ അങ്ങനെ ആവില്ല. യൂട്യൂബ് വീഡിയോ ഒന്നുകിൽ സെർച്ച് ചെയ്തിട്ട് വരണം, അതല്ലെങ്കിൽ ഈ വീഡിയോ കാണാനായിട്ട് നമ്മളെ വീഡിയോ എന്തെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ താല്പര്യത്തോടു കൂടി വരണം. എന്നോട് ഓൻ എപ്പോഴും പറയുന്നതാണ് യൂട്യൂബിൽ ഇപ്പോൾ ഒരു 100 വ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ 100 പേരെ നിങ്ങൾ റൂമിൽ സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു ഹാളിൽ സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിൽ സങ്കല്പിക്കുക. ഈ 100 പേരോട് നിങ്ങളൊരു കാര്യം പറയുന്നത് എന്നുള്ളത് ഭയങ്കര പവറാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിനിപ്പോൾ വ്യൂ അല്ല ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത്. വ്യൂ ആണെന്നുണ്ടെങ്കിൽ ഞാനിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മറ്റു ടീമിൻ്റെ വീഡിയോ ഒക്കെ നോക്കുമ്പോൾ നമ്മളെ വീഡിയോസിനൊന്നും വ്യൂ ഇല്ല, അത് പോട്ടെ. എന്തെന്നാലും നമ്മൾ വീഡിയോസ് ഇങ്ങനെ ചെയ്യും, നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ട് അത് ചെയ്യും. അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ 100% ചെയ്യും. ഞാൻ കുറച്ച് അഡ്വാൻസ്ഡ് കാര്യങ്ങളൊക്കെ പ്ലാൻ ആക്കുന്നുണ്ട്. നമ്മുടെ യൂട്യൂബിൽ വീഡിയോ കാണുന്നവർക്ക് മാത്രമായിട്ടൊരു SEO വർക്ക്ഷോപ്പ് അങ്ങനെയൊക്കെ ഞാൻ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു, ഫ്രീ വർക്ക്ഷോപ്പ്. പക്ഷെ അതൊന്നും ഞാൻ പിന്നെ സമയം കിട്ടാതൊന്നും പോയതാണ്. ഞാൻ അതൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ട്, അങ്ങനത്തെ തോട്ടൊക്കെ. ഇത് നമ്മളെ ഒരു വെരി പ്രൈവറ്റ്. ഇപ്പോൾ SEO ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുള്ളവരുണ്ട്. പക്ഷേ SEOൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ SEO കഴിഞ്ഞവരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് SEO ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് SEO അവർ പഠിച്ചിട്ടുണ്ടാവും, ഓക്കെ, പഠിച്ചിട്ട് അവർ കുറച്ച് കാലം അവർ ഡിജിറ്റൽ മാർക്കറ്റ് എക്സ്പേർട്ട് ഇൻ കാലിക്കറ്റ്, എക്സ്പേർട്ട് ഇൻ കൊച്ചി, എക്സ്പേർട്ട് ഇൻ ദുബായ്, ഫ്രീലാൻസ് എക്സ്പേർട്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ഇതൊക്കെ റാങ്ക് ചെയ്തിട്ടുണ്ടാവും, ഇതൊക്കെ പരിപാടി നല്ല രീതിക്ക് അവർക്ക് വന്നിട്ടുണ്ടാവും. പിന്നെ അവർക്ക് ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവില്ല. SEO എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എവിടെ എന്ത് ചെയ്യണോ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി എന്നോട് ഒരാൾ 1 അല്ല 2 പേര് പറഞ്ഞിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷേ എവിടെ നിന്ന് എന്ത് ചെയ്യണം. ഞങ്ങളുടെ ടീമിൽ തന്നെ ഞങ്ങൾ ഇൻറ്റേൺഷിപ്പും കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇന്നോസ് ടീമിൽ ഞങ്ങൾ ഇൻറ്റേൺഷിപ്പും കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു താല്പര്യമുള്ളവർ, അത് എല്ലാവർക്കും അങ്ങനെയല്ല, കുറച്ചൊരു താല്പര്യം ഉണ്ട് എന്നുള്ള നമ്മൾ പ്രൊഫൈല്
അവരുടെ മറ്റു ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് താല്പര്യം ഉണ്ടെന്ന് നമുക്ക് കൂടെ മനസ്സിലാവുകയാണെങ്കിൽ നമ്മളൊരു ഇൻറ്റേൺഷിപ്പും ഒരു പെയ്ഡ് മീൻസ് സ്റ്റൈപ്പൻറ്റോട് കൂടെയുള്ള ഇൻറ്റേൺഷിപ്പൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ഉള്ളവർക്ക് നമ്മൾ ഞാൻ പറഞ്ഞത് ഇതുപോലെ ആളുകൾ വീഡിയോ ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ് SEO താല്പര്യമുണ്ട്, പക്ഷേ ഇത് എവിടെയാണ് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എനിക്ക് ക്ലൈൻറ്റ് എടുക്കുന്നത്, ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഒന്നുകൂടെ SEO മാത്രമായിട്ടൊന്ന് ക്ലാസ് കിട്ടുക ഉള്ള ലൈനിലൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്, അതിനും ആളുകളുണ്ട്. ഞാനിത് പ്ലാൻ ആക്കുന്നുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ പ്ലാൻ ആക്കുന്നുണ്ട്. അതായത് നമ്മൾ വെരി ക്ലോസ് പ്രൈവറ്റ് കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയുടെ അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം, ഞാൻ എങ്ങനെയാണ് പ്ലാൻ ആക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഫുള്ള് ഫ്രീ ആയി കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറായി പോകും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ വേറെ ആളോട് കൂടെ കൊളാബ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ക്ലാസ്സൊക്കെ തരാണെങ്കിൽ പോലും അത് ഭയങ്കര ഫുൾ ഫ്രീ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബോറായി പോകും. അപ്പോൾ ചെറിയ പേയ്മെൻറ്റിനൊക്കെ ആയിട്ട് ഞാൻ പ്ലാൻ ആക്കുന്നുണ്ട്. അതായത് SEO ഒരു 10, 100, 200 പേർക്കൊന്നുമല്ല, ജസ്റ്റ് കുറഞ്ഞ പേർക്ക് ഒരു 10, 20 പേർക്കൊക്കെ വെരി പ്രൈവറ്റിൽ ഞാൻ പ്ലാൻ ആക്കുന്നുണ്ട്. അത് നടക്കുമെന്ന് അറിയില്ല. താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ഇട്ടുള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് ആർക്കും ഇത് താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ഇട്ടുള്ളൂ. നമ്മൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോസിൽ അങ്ങനെയൊക്കെ ഞാനത് അനൗൺസ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അടുത്ത് വരുന്ന ഈ വീഡിയോ കാണുന്നത് ഏതെങ്കിലും ഒരു ചൊവ്വ, ഏതെങ്കിലും അല്ല, നെക്സ്റ്റ് ഈ ഓഗസ്റ്റ് 3 ആണ്, സൺഡേ, ഓഗസ്റ്റ് 3 സൺഡേ രാത്രി എത്ര സമയം, രാത്രി 11:41 PM ആണ്. അപ്പോൾ ഇത് എല്ലാ വീക്കിലും ചൊവ്വയും സാറ്റർഡേയും വൈകുന്നേരം 7 മണിക്ക് നമ്മൾ വീഡിയോ വരും. താല്പര്യമുള്ളവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. എന്താണ് ഫീഡ്ബാക്ക്, എന്തെങ്കിലും പരിപാടികൾ നമ്മൾ പുതുതായിട്ട് പ്ലാൻ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് അറിയിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ പുതുതായിട്ട് ഇനി അങ്ങനെയല്ല ഇങ്ങനെ എന്നുള്ള നമ്മൾ യൂട്യൂബിൽ വാട്സാപ്പിൽ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പേഴ്സണലി മെസ്സേജ് അധികം വരാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീണ്ടും കുറേ പ്ലാൻ ആക്കിയിട്ടുണ്ട്. ഇതൊന്നും പ്ലാൻ ആക്കിയിട്ട് നടന്നിട്ടില്ല, കുറേ കാര്യങ്ങൾ നടന്നിട്ടില്ല. ഈ പ്ലാനാക്കിയ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നടത്തിക്കുക എന്നുള്ളതും കൂടിയാണ് എൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഐഡിയ പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സാറ്റർഡേ ഈവനിങ് 7 PM കാണാം. ഓക്കെ, ബൈ.